Advocate Deepa Joseph, a senior advocate in the Supreme Court of India, the national chairperson Women's Wing at Indian National Organization for Human Rights and Protection, and preeminently a social activist and an FB influencer. Following the incident, Advocate Deepa Joseph posted some explosive content on her Facebook page. She has also started a mass petition by the faithful to dislodge Father Bobby from priesthood. But for some reason, there has been no mention of this content or the mass petition on any of the news channels, leaving one wondering why. Here are a few excerpts from our Facebook post. We also have posted the link to a mass petition in our description page. ഷൈനി ആയിട്ട് മാമിന് എങ്ങനെയാണ് റിലേഷൻ കണക്ഷൻ എന്ന് ഞങ്ങളോട് പറയാമോ? ഇല്ല, എനിക്ക് ഷൈനിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. ഞാൻ ഉള്ള സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള അറിവ് മാത്രമേ എനിക്ക് ആ കുട്ടിയെ കുറിച്ചുള്ളൂ. അപ്പൊ മാമിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഫേസ്ബുക്കില്, ഈ ഫാദർ ബോബിയെ കുറിച്ച്, ആളുടെ ബ്രദർ ഇൻലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ എല്ലാവരെ കുറിച്ചും, ഫാദർ ബോബിയെ കുറിച്ചും മാത്രമല്ല, ഞാൻ എല്ലാവരെ കുറിച്ചും അതിൽ നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എവിടെയൊക്കെ ജസ്റ്റിസ് ഇൻഫ്ലുവൻസ് ആകുന്നു അവിടെയൊക്കെ ഞാൻ എന്റേതായ രീതിയിൽ എന്റെ പരാമർശം നടത്താറുണ്ട്. പലരും എനിക്ക് മെസ്സഞ്ചറിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ എനിക്ക് തന്ന മെസ്സേജിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഞാൻ എന്റെ ഓരോ വ്യക്തികളെ കുറിച്ചും എടുത്തു പറഞ്ഞ് പരാമർശം നടത്തിയിട്ടുള്ളത്. ഷൈനി ഒരു രണ്ട് പെൺകുട്ടികള്, ഒരു ടീനേജ് ഉള്ള രണ്ട് പെൺകുട്ടികളെ കൊണ്ട് റെയിൽവേ ട്രാക്കിൽ എടുത്തു ചാടി എന്ന് കണ്ടപ്പോൾ അത്രയും എനിക്ക് തോന്നിയില്ല. പക്ഷെ അതിനുശേഷം ഉണ്ടായ കുറെ കാര്യങ്ങള്, ആ കുട്ടിയുടെ ജീവിത അന്തരീക്ഷം, സാഹചര്യങ്ങളും, അതൊക്കെയാണ് എന്നെ അങ്ങനെ ഒരു വിമർശനാത്മകമായ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നടത്തുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കിയത്, ബീയിങ് എ ക്രിസ്ത്യൻ ഫാമിലി അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ സഭയുടെ പാർട്ടായിരുന്ന ഞാനും ഷൈനിയും, എന്നിട്ടും ഷൈനിക്ക് എവിടെയൊക്കെയോ ചേർത്ത് പിടിക്കേണ്ടിയിരുന്നവർ ചേർത്ത് പിടിക്കാതെ പോയപ്പോൾ ഒരു ആത്മരോഷം, അതിന് ഞാൻ മറ്റുള്ള മതങ്ങളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഒരു കരയുന്ന ഒരാളെ ചേർത്ത് പിടിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള മതങ്ങളാവട്ടെ, അല്ലെങ്കിൽ സഭ അധികാരികളാവട്ടെ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്നാവട്ടെ, ഞാൻ പഠിച്ചിട്ടുള്ള ഒരു വിചാരം അല്ലെങ്കിൽ മൂല്യം, അത് ചേർത്ത് പിടിക്കാതിരുന്നത്, ഒരു പുരോഹിതൻ അവിടെ ഉണ്ടായിട്ടും അത് സംഭവിച്ചില്ല എന്നത് എന്നെ കൂടുതൽ ചിന്താകുലയാക്കി. അല്ലെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പുരോഹിതന്മാരുണ്ടായിരിക്കെ ഒരു വീട്ടിലൊരു പ്രശ്നം വന്നാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം അവരെ വിളിച്ചായിരിക്കും പറയുക. പക്ഷെ ഈ പുരോഹിതൻ അഡ്വക്കേറ്റ് ആണെന്നിരിക്കെ ഈ പുരോഹിതൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ സ്ത്രീ പോയ വഴികളിലൂടെ എല്ലാം അവൾക്ക് ജോലി കൊടുക്കരുത്, അവൾ കുടുംബത്തിൽ പ്രശ്നക്കാരിയാണെന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് അറിഞ്ഞതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുളവാക്കിയത്. പിന്നെ പലരും പറഞ്ഞു അദ്ദേഹം വന്നു പോന്നു, അതൊക്കെ അയാളുടെ വീട് പ്രശ്നങ്ങൾ. പക്ഷേ വീണ്ടും പലരും, പക്ഷെ എനിക്ക് ആദ്യം പേര് പറയാൻ അറിയില്ല, പലരും വന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയായിരുന്നില്ല. ഷൈനി മടുത്തിരുന്നു. 9 മാസം മുമ്പ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന മുമ്പും ഇദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുള്ള പീഡനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ ഒരു വെളിച്ചം. പക്ഷെ അത് എങ്ങനെയാ നമുക്കിപ്പം ഷൈനിയോട് പോയി ചോദിക്കാൻ ഷൈനി ഇല്ലല്ലോ, ഷൈനി ഇങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കാൻ. ആ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് വരേണ്ടവരാണ് ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാര്യം പരാമർശിച്ചത്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഭർത്താവിന്റെയും ധാർമ്മികമായ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. മകൻ അമ്മയെ തള്ളി പറഞ്ഞ നിമിഷങ്ങളെ കുറിച്ചും ഞാൻ പരാമർശിച്ചിരുന്നു. പിതാവിന്റെയും മാതാവിന്റെയും. പിന്നെ നിശബ്ദമായി കളിയൊക്കെ കണ്ട് സഹോദരിയുടെ മരണം പോലൊരു പ്രശ്നം അല്ലാതെ മാറിപ്പോയി ചിന്തിച്ച് ജീവിക്കുന്ന ഷൈനിയുടെ സഹോദരങ്ങളെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിലൂടെ നമുക്ക് ഈ മലയാളി കമ്മ്യൂണിറ്റീസിലുള്ള ഹിപ്പോക്രസി കൂടുതൽ വെളിപ്പെട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് മാമിന് എന്താണ് കൂടുതൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, ഒരു പെണ്ണിന്റെ മരണത്തിന് ഇതൊരു കൊടും കൊലപാതകമാണെന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്.
പിന്നെ എനിക്ക് തോന്നുന്നു ആരും മെൻഷൻ ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഷൈനിയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ നോബി ആയിരുന്നു നോക്കിയിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എവിടെയൊക്കെയോ കേട്ടറിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഒരു എങ്ങും ഒരു വാർത്തയിൽ ഞാൻ കണ്ടില്ല ഷൈനിയുടെ പേരിൽ ഒന്നിട്ട് പിക്കപ്പ് വാൻ ഉണ്ടായിരുന്നു. പിക്കപ്പ് വാൻ നോബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് നോബി ആയിരുന്നു വാങ്ങിച്ചിരുന്നത് അതോ ഷൈനിയുടെ അപ്പനാണോ എന്ന് ഷൈനിയുടെ അപ്പനോട് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ വാൻ കൈക്കലാക്കാനുള്ള എല്ലാ ബുദ്ധിയും കുതന്ത്രവും ഈ ഷൈനിയുടെ അപ്പൻ കുര്യാക്കോസ് എന്നാണെന്ന് മനസ്സിലാക്കുന്ന പേര് അദ്ദേഹം ശ്രമിച്ചിരുന്നതായിട്ട് എനിക്കൊരു അറിവുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞ അറിവ് സത്യമാണോ എന്ന് നമുക്ക് ഷൈനിയുടെ അപ്പനോട് തന്നെ ചോദിച്ചറിയണം. പിന്നെ ഷൈനിക്ക് കൊടുത്ത സ്വർണോ ഷൈനിക്ക് കൊടുത്ത കാശും ഒക്കെ ഇദ്ദേഹത്തിന്റെ കണ്ണുടക്കിയത് അവിടെയായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ഒരു പീഡനം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി കാണാം. ഈ പിക്കപ്പാന്റെ പേരിലും അത് പേരിലേക്ക് എഴുതി മേടിക്കാനും ഒക്കെ ഷൈനിയുടെ ഹസ്ബൻഡ് അത് സമ്മതിച്ചിട്ടുണ്ടായില്ല. ഇതറിയാവുന്ന രണ്ട് വ്യക്തികൾ ഷൈനിയുടെ അപ്പനും നോബിയുമാണ്. ഈ സംഭവം എന്താണെന്ന് നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്ന ഈ ചർച്ചയിലൂടെ എങ്കിലും പുറലോകം അറിയുകയും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഈ ചർച്ച വഴി സാധ്യമാവുകയും ചെയ്താൽ ഒരു വലിയ കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഷൈനിയുടെ ഒരു ഇളയ സഹോദരി കേരളത്തിലുണ്ട്. അവർക്കും ഷൈനിയേക്കാൾ കൂടുതൽ കൂറ് ഷൈനിയുടെ ഹസ്ബൻഡ് നോബിയോടായിരുന്നു. ഒരു 25 ലാഖിന് എനിക്ക് അറിയില്ല സംഭവം എന്നാന്ന്, ഒരു 25 ലക്ഷം രൂപ എന്തോ രാഷ്ട്രീയ നേതാക്കൾക്കോ പോലീസ് അധികാരികൾക്കോ ഒക്കെ കൈമാറി എന്നും ഒരു ചർച്ച എവിടെയോ ഞാൻ കണ്ടു. അതില് ഇതിനകത്ത് ആരാണ് അതിന് പിന്നിൽ നിന്നതെന്നും അതിൽ വ്യക്തമായിട്ട് ഈ കേസുകളിൽ നിന്ന് നോബിയുടെ സെക്ഷൻസ് ലഘൂകരിച്ച് കിട്ടുന്നതിനാണെന്നും അറിയാൻ കഴിഞ്ഞു. പക്ഷെ ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഈ ചർച്ചയിൽ നിന്നെങ്കിലും നമ്മുടെ ഈ ചർച്ച കേട്ടിട്ടാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകം അന്വേഷിച്ച് ഇപ്പൊ നമുക്ക് സത്യത്തിൽ എല്ലാവർക്കും പോലീസിലും അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരികളിലൊക്കെ ഉള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് സത്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ വാക്കുകളെ ആരെങ്കിലും ഒക്കെ മുഖവിലേക്ക് എടുത്ത് അത് സത്യം കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ നന്നായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. പിന്നെ മാം, അവസാനമായി നമ്മുടെ സമൂഹത്തിൽ ഷൈനിയെ പോലെ പല സ്ത്രീകളും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ അങ്ങനത്തെ സ്ത്രീകളോട് മാമിന് എന്താ പറയാനുള്ളത്? പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്ന ഒരു വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. നമ്മളാരും മരിക്കാൻ വന്നവരല്ല. നമ്മള് ജീവിക്കാനും ജീവിക്കുന്ന സമയങ്ങളിൽ മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കുവാനും ആ സന്തോഷങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമായിട്ട് കടന്നു വന്നവരാണ് നമ്മളെന്നാണ് എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുക. ഷൈനിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങും ഒരു പിടിവള്ളി അല്ലെങ്കിൽ ഒരു സഹായിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന ഒരു നിസ്സഹായമായ അവസ്ഥയിലൊരു സ്ത്രീ കടന്നുപോയി. ഷൈനി മരിച്ചു കഴിഞ്ഞപ്പോ കൂട്ടുകാരി വന്നു, ഞങ്ങൾക്ക് അവളെ സഹായിക്കണം, അവര് ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചതാണ്. എന്തുകൊണ്ട് അവര് ആ സ്ത്രീക്ക് ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ അവർ സഹായിച്ചില്ല. പിന്നെ ഷൈനിയുടെ അപ്പൻ, എനിക്ക് തോന്നുന്നു ഷൈനിയുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടി ഒരു ഭാരമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഷൈനി ഇത്രയും ആ കുട്ടിയെ കുറിച്ച് ആ അയൽവാസിയെ അമ്മച്ചി പറഞ്ഞ അറിവ് വെച്ച് നോക്കുമ്പോ ഷി വാസ് സോ ബോൾഡ്. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അവൾ പുറത്തിറങ്ങി ജീവിക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? അവൾ ആ ഇടുങ്ങിയ ലോകത്ത് തന്നെ നിന്നു. അടഞ്ഞു കിടന്ന വാതിലുകളിൽ മാത്രം മുട്ടി. അവൾക്ക് മുന്നിൽ തുറന്നു കിടന്ന വാതിലുകളെ അവൾ നോക്കിയില്ല, കണ്ടില്ല എന്ന ഒരു തെറ്റാണ് ആ കുട്ടി ചെയ്തത്. ഒരു വാതിൽ അടയ്ക്കുമ്പോൾ 9 വാതിലുകൾ തുറക്കപ്പെടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവളുടെ നിസ്സഹായ അവസ്ഥയിലോ അല്ലെങ്കിൽ അവളെ ആരും സഹായിക്കാൻ ആരും ഇല്ല എന്ന ഒരു ചിന്തയിൽ നിന്നോ ഉരുത്തിരിഞ്ഞ ഒരു നിമിഷത്തെ ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ പ്രകോപനം കൊണ്ടോ ആണ് ആ കുട്ടി എടുത്തു ചാടി സ്വയം ഇല്ലാതായി ആ വിരിഞ്ഞു വരുന്ന 2 കുരുന്നുകളുടെ ജീവിതം കൊഴിയാനായിട്ട് ഇടയാക്കിയതും. ഇല്ല, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് വിഷമം കാണുമായിരിക്കും, സങ്കടം കാണുമായിരിക്കും. പക്ഷെ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കാണും. ആ പരിഹാരം കണ്ടെത്താനുള്ള യഥാർത്ഥ മാർഗം അല്ലെങ്കിൽ അതിനുള്ള വഴി അതൊന്ന് തപ്പിപ്പിടിച്ചാല്
ഒരു സ്ത്രീയും സൂയിസൈഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എരിഞ്ഞ് തീരേണ്ടതോ അല്ല എന്നാണ് എനിക്ക് സഹോദരിമാരോട് പറയാനുള്ളത്. Our sources now tell us that the priest Bobby has been removed from his priestly duties in Australia, but is it just a move to quell public demand? The faithful in Chungam Church staged a protest after the Sunday Mass on the 16th of March, demanding justice for Shiny and her daughters. Shiny and her children were well loved and appreciated in both her paternal and husband's neighbourhoods. She was a nurse and a very subversive daughter-in-law and a good mother. Yet, she had to stand hugging her daughters on the railway track on that fateful night to let a train obliterate them. Every single person in Chungam, the place she's married to, is filled with rage as all of them knew her to be a docile woman who did her best and yet couldn't stand existence, as it was made horrible by her in-laws and in particular the brother-in-law, Father Bobby. Yet people think that he's protected by the church hand in glove with the local politician. നോബിയെ അറസ്റ്റ് ചെയ്തു, അച്ഛനെ അറസ്റ്റ് ചെയ്തില്ല. ഓസ്ട്രേലിയയിൽ നിന്ന് അവിടെയുള്ള മലയാളികളെല്ലാം കൂടി അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവിടെ സഭ ഒളിപ്പിച്ചിരിക്കുക, എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതെവിടെയാണ് പോലീസ് കണ്ടുപിടിക്കണം, അതാണ് വേണ്ടത്. ഇവിടെ ഞാൻ കേട്ടിട്ട് ഒരർത്ഥവും ഇല്ലാത്ത രീതിയിൽ ഇവർ സംസാരിക്കണത്, ഇവർ രാഷ്ട്രീയം പറയണത്, ഇവർ ജ്ഞാനായ സമുദായത്തെ പറ്റിയും ആ പെണ്ണുങ്ങളെ മരിച്ച ആ രീതിയെ പറ്റിയും ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇവരെന്നെ പറയണ ഇതെല്ലാം സഭയ്ക്ക് അടിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സഭയെ പേടിയാണ്. സഭയെ എന്തിനാണ് പേടിക്കണേ? കർത്താവായ യേശു ക്രിസ്തുവിനെ പേടിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ആരെയാണ് പേടിക്കേണ്ടത്? ഇപ്പോൾ ഇവിടുത്തെ സംസാരമൊന്നും എനിക്ക് കേട്ടിട്ടില്ല, ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തന്നെയല്ല, ഈ ജ്ഞാനായ സമുദായത്തിൽ ഈ കോട്ടയം ജില്ലയിൽ ഈ 20 പേരാണോ ഈ ഹാളിൽ വന്ന് കൂടേണ്ടത്? ബാക്കിയുള്ള ജനം എവിടെ പോയി? ഇതെന്താ കാര്യം? ഇതെന്താ പേടിച്ചിരിക്കണേ? എന്തിനാ ഇവർ പേടിച്ചിരിക്കണേ? നേരത്തെ 40 കൊല്ലം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. ഒരു ചക്ക വെട്ടിയ അയലോക്കംകാരെല്ലാവരും കൂടെ വന്നിരിക്കും. ഓലപ്പറയായിരുന്നു. വീട് പണിത് ഓലപ്പറ കെട്ടണമെങ്കിൽ അന്ന് നാട്ടുകാരെല്ലാം നാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാവരും കൂടെ കൂടി വന്നിരുന്ന് സ്വരുമിച്ച് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം മാറിപ്പോയി. ഇനിയിപ്പം ഇത് ശാത്താൻ്റെ ഭരണമാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ കേരളം ശാത്താൻ്റെ ഭരണമാണ്. ഈ നോബിയെ ഒരു 12 വർഷം ശിക്ഷിക്കണം. ഈ ബോബി എന്ന് പറയുന്ന അച്ഛനെയും അകത്തിടണം. അതാ വേണ്ടത്. നാനായ സമുദായത്തിൽ മലബാർ ഏരിയയിൽ നിന്ന് വരുന്ന അച്ഛന്മാരാ കൂടുതൽ. ഒന്ന് മേഡം മുഴുവൻ ഗുണ്ടായിസമാണ്. ഈ വരുന്ന അച്ഛന്മാർ മുഴുവൻ ഗുണ്ടായിസമാണ്. ഷൈനിയുടെ ഭാഗത്തൊരു തെറ്റുണ്ട്. ഈ അച്ഛൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. നടന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഷൈനിക്ക് കാർത്താസിൽ ജോലി ഓക്കെ. അച്ഛൻ്റെ ഉദ്ദേശം നടന്നില്ല. അതാണ് അച്ഛന് വൈരാഗ്യം കൂടാനുള്ള കാര്യം. എനിക്ക് ഈ അച്ഛനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അച്ഛൻ ലോകം ഇട്ടിട്ടുന്നേ ഉള്ളൂ. അച്ഛൻ മനുഷ്യനാണ്. പക്ഷേ അവർ ചെയ്യുന്നത് എന്താ? അവർ പണവും സൗന്ദര്യവും നോക്കി പോകുന്നതാണ് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും. എനിക്ക് നേരിട്ടറിയാം. എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട് അച്ഛന്മാരുമായിട്ട്. അച്ഛന്മാരും കന്യാസ്ത്രീമാരുമായിട്ട് ഒത്തിരി നമ്മൾ ലോകത്തിൽ പോയാൽ നമ്മുടെ ഉള്ള വിശ്വാസം പോകും, ഉറപ്പാണത്. പിന്നെ ഈ ഷൈനിക്കും ഈ 2 മക്കൾക്കും നീതി കിട്ടണം. കോട്ടയം അതിരൂപതയിലുള്ള മെത്രാൻ അതിന് മുൻകൈയെടുത്ത് തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു 80 വയസ്സുള്ള ഒരു അച്ചായൻ എന്നോട് പറഞ്ഞെന്നറിയോ, റജി, എൻ്റെ മകൾ 30 വർഷം മുമ്പ് UK പോയി. അന്ന് ഇടവപ്പള്ളിയിലെ അച്ഛൻ വിളിച്ചേച്ച് പറഞ്ഞു കാശ് വേണമെന്ന്. ഈ മകൾ വീട്ടുകാരറിയാതെ, അവിടെ ആങ്ങളമാരുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. അവരറിയാതെ ഇടവ വികാരിയുടെ കയ്യിലേക്ക് 25,000 രൂപ 30 വർഷം മുമ്പ് അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കാർന്നോര് അച്ഛനെ കണ്ടു. ചേട്ടാ അവിടെ നിന്നേ, അച്ഛൻ പറയാണ്, ചേട്ടാ അവിടെ നിന്നേ, മകൾ ഇന്നലെ
ഒരു 25,000 രൂപ എനിക്ക് അയച്ചു തന്നായിരുന്നു. ഫാദർ, ആ അപ്പൻ ഞെട്ടിപ്പോയി. ആ അപ്പന്റെ വീട്ടിൽ അന്ന് കറി ചേമ്പിന്റെ താള്. ഇതാണ് കളി, മനസ്സിലായോ? ഈ പള്ളി വഴിയിലെ ഈ വിദേശത്തുള്ള ആളുകളെല്ലാം ഇവർ നേരിട്ട് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞ് അവർക്ക് സഹായം ചെയ്യാണ്, മറ്റു രീതിയാണ്, മാടയാണ്, കോടയാണെന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് കാശാണ് വരുന്നത്. ഇത് കമ്മിറ്റിക്കാർ അറിയുന്നുണ്ടോ? രഹസ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇതാരാ അറിയുന്നത്? നാനായ മക്കള് മനസ്സാക്ഷിയുള്ളവരാണ്. എൻ്റെ അറിവിൽ 35ഓളം കന്യാസ്ത്രീമാര് കിണറ്റി വീണ മരിച്ചത്. തന്നെ അവിടെ വെള്ളം കോരിയിട്ടാണോ മരിച്ച? അതിന് കാരണം എന്നാ? അതുകൊണ്ട് എൻ്റെ പെങ്ങളായ ഷൈനിക്കും മക്കൾക്കും ഇവിടെ കേരളത്തിൽ നീതി കിട്ടണം. നീതി കിട്ടണമെങ്കിൽ ഈ പാതിരിയായ ബോബി അച്ഛനെ കൂടെ അറസ്റ്റ് ചെയ്യണോ? ബോബി അച്ഛൻ്റെ മുഖം നിങ്ങൾ കണ്ടായിരുന്നോ? എങ്ങനെയാ? ഒരച്ഛനല്ല, അച്ഛൻ്റെ മുഖമൊന്നും അല്ല കണ്ടിട്ട്. ഒരു ക്രൂരനായ ഒരു മുഖം, അച്ഛനല്ല പുള്ളി. കോട്ടയത്ത് നിന്ന് ഒരു ആള് സംസാരിച്ചു, ഇവരുടെ സ്വന്തക്കാരൊരു കാർന്നൂർ സംസാരിച്ചായിരുന്നു. പുള്ളി അവിടെ ചെല്ലുമ്പോൾ ഷൈനീനെ ഈ നോബി എടുത്തിട്ട് ചവിട്ടുക ചെയ്തത്. ഇതൊക്കെ എന്തൊരു ക്രൂരതയാ! ഇവിടെ നീതിയില്ലേ, ന്യായമില്ലേ? ഒരു അച്ഛനും കന്യാസ്ത്രീയും ഉള്ള കുടുംബത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ നടക്കാൻ പാടില്ല. വീട്ടുകാരെ പറിച്ച് ഇപ്പൊ ഇവർക്ക് മുഖം മറയ്ക്കാനുള്ള കുറ്റാരോപണം വീട്ടുകാരെ പറ്റി കുറെ പറയും. അത് ഈ അച്ഛനും ഈ ഷൈനിയുടെ കെട്ടിയവനും മുഖം മറിച്ചുള്ള സംസാരമാണ്. അവർ രക്ഷപ്പെടണം, അതിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്. അവർ നിരപരാധി. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു 8-9 മാസം കെട്ടിച്ചു വിട്ട പെണ്ണ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറയും. അത് തെറ്റല്ല. തെറ്റാണോ? ഞാനായാലും പറയല്ലേ, നിങ്ങളായാലും പറയല്ലേ. പിന്നെ തെറ്റല്ല. ഈ നോബിയെ ഒരു 12 വർഷം ശിക്ഷിക്കണം. ഈ ബോബി എന്ന് പറയുന്ന അച്ഛനെയും അകത്തിടണം. അതാ വേണ്ടത്. അഭയ കേസ് എത്ര വർഷം നീണ്ടു നിന്നു? അഭയ കേസിൽ പിടിച്ചത് അന്ന് മാണി സാറ. അന്ന് കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. നീട്ടിക്കൊണ്ട് പോയത് മാണി സാറ. മാണി സാറിന്റെ ഭരണകാലത്താണ് ഈ നീട്ടിക്കൊണ്ട് പോയത്. അന്ന് ജോമോൻ പുത്തമ്പരയെ ദൈവം നിയോഗിച്ചതാ എന്നാ എനിക്ക് പറയാനുള്ളത്. അല്ല, അവനെ തല്ലിക്കൊന്ന് ദൂരെ കളഞ്ഞേനെ. അവനെ ദൈവം കൂടെ നിർത്തി അവനാ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശരിയാണോ? അത് പിടിക്കപ്പെട്ടോ എന്ന് പറഞ്ഞതുപോലെ ഇതും പിടിക്കപ്പെടണം. ഈ അച്ഛനെ അകത്താക്കണം. More and more YouTubers are coming up with news on the matter every day. One particular vlogger based in Australia is now urging the public to make a mass petition to the Prime Minister of India to conduct an inquiry on the priest and to shut him up in prison. Shiny's case has been really tragic, and whether we like it or not, it has exposed the underbelly of Malayali communities. The hypocrisy is evident, and what's exposed is only a symptom of an underlying malignant social and religious rot. One Voice, our commitment to press integrity and uncovering the truth remains unwavering. We urge the public to come forward with any information they may have, no matter how small. Together, we can ensure that justice is served for Shiny and her daughters. We will continue to follow this case closely and provide updates as more information becomes available. Our goal is to uncover the truth, to hold those responsible accountable, and to prevent similar tragedies from occurring in the future. This is Mileta for One Voice.